എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലെസൺ പ്ലാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻഡോക്രൈൻ സിസ്റ്റമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബയോകെമിസ്ട്രിയുടെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഐ ബട്ടൺ ഞാൻ മോളിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. രണ്ട് പാർട്ടുകളായിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് വേണ്ടി ഉപകാരപ്പെടും. അപ്പോൾ ഇന്ന് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റമാണ് നോക്കുന്നത്. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു 9 മുതൽ 10 വരെയുള്ള ഗ്ലാൻഡുകളാണ് എക്സാമിന് സാധാരണഗതിയിൽ ചോദിച്ചു കണ്ടുവരുന്നത്. അതും അതിൻ്റെ ഹോർമോണുകൾ. നമ്മൾ ഇന്ന് എല്ലാ ഗ്ലാൻഡുകളും ഒരുമിച്ച് പഠിച്ചു തീർക്കുകയാണ് ഒറ്റ ക്ലാസ്സിൽ. എന്താണ് അന്തഃസ്രാവി ഗ്രന്ഥി? എല്ലാവർക്കും അറിയാം, ഡക്ട്ലെസ് ഗ്ലാൻഡ്, ഡക്റ്റുകളില്ലാത്ത അല്ലെങ്കിൽ നാളീരഹിത ഗ്രന്ഥികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അന്തഃസ്രാവി ഗ്രന്ഥികൾ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് വിളിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ പ്രധാനമായിട്ടും 2 തരം ഗ്രന്ഥികളാണുള്ളത്. ഒന്നാണ് ബഹിർസ്രാവി ഗ്രന്ഥി, മറ്റൊന്നാണ് അന്തഃസ്രാവി ഗ്രന്ഥി. എന്താണ് ബഹിർസ്രാവി ഗ്രന്ഥി? ഡക്റ്റുള്ള ഗ്ലാൻഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബഹിർസ്രാവി ഗ്രന്ഥി. ഇംഗ്ലീഷിലാണെങ്കിൽ അതിൻ്റെ ടേം എക്സോക്രൈൻ എന്നാണ്. എന്താണ് അന്തഃസ്രാവി ഗ്രന്ഥി? എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ മലയാളമാണ് അന്തഃസ്രാവി ഗ്രന്ഥി. ചില സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ചില സ്റ്റുഡൻസിന് ഈ ടേംസ് വളരെയധികം ഫെമിലിയർ ആയിരിക്കണമെന്നില്ല. മാക്സിമം മലയാളത്തിലുള്ള ടേംസ് തന്നെ പഠിക്കാൻ നോക്കുക. കാരണം എക്സാമിന് അതായിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അന്തഃസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. അതായത് ഇവയ്ക്ക് എന്തില്ല? നാളികളില്ല, ഡക്റ്റുകളില്ല. അതുകൊണ്ട് തന്നെ അന്തഃസ്രാവിയുടെ സെക്രീഷൻസ്, അവ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ കൊണ്ടുപോകാൻ ആരെയാണ് ഉപയോഗിക്കുന്നത്? രക്തത്തെ തന്നെയാണ് നേരിട്ട് ഉപയോഗിക്കുന്നത്. നാളികളുള്ള ഗ്രന്ഥികളാണ് ബഹിർസ്രാവ്യ ഗ്രന്ഥികൾ. ഇവിടെ ഉൽപ്പന്നങ്ങൾ നാളികളിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. നാളീരഹിത ഗ്രന്ഥികളാണ് അന്തഃസ്രാവ്യ ഗ്രന്ഥികൾ. ഇവയുടെ ഉൽപ്പന്നങ്ങൾ രക്തമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത്. ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ എന്ന് വിളിക്കുന്നത്. രാസസന്ദേശവാഹകർ എന്നാണ് ഇവയ്ക്ക് വിളിപ്പേര്. പ്രധാനമായിട്ടും ഹോർമോണുകൾ 2 തരമുണ്ട്. പ്രോട്ടീൻ ഹോർമോണുകളുമുണ്ട്, സ്റ്റീറോയിഡ് ഹോർമോണുകളുമുണ്ട്. പ്രോട്ടീൻ ഹോർമോണുകൾക്ക് ഉദാഹരണമാണ് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിവ. അടുത്തതാണ് സ്റ്റീറോയിഡ് ഹോർമോണുകൾ. സ്റ്റീറോയിഡ് ഹോർമോണിന് ഉദാഹരണം നോക്കുക: ആൻഡ്രജൻ, ഈസ്ട്രജൻ, അഡ്രിനോകോർട്ടിക്കോയിഡുകൾ. ഇവയാണ് പ്രധാനപ്പെട്ട സ്റ്റീറോയിഡ് ഹോർമോണുകൾ. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇതൊന്നുമല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇതായിരിക്കും: ഹോർമോൺ, അതായത് സ്റ്റീറോയിഡ് ഹോർമോണോ പ്രോട്ടീൻ ഹോർമോണോ അല്ലാത്ത ഹോർമോൺ ഏത്? അതായത് സ്റ്റീറോയിഡുമല്ല പ്രോട്ടീനുമല്ല. ഇവയ്ക്ക് ഉദാഹരണം ഏത്? അവയ്ക്ക് ഉദാഹരണമാണ് അഡ്രിനാലിൻ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു പോയിന്റാണത്, അഡ്രിനാലിൻ. മനുഷ്യരിലെ പ്രധാന അന്തഃസ്രാവ്യ ഗ്രന്ഥികളാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്രന്ഥികൾ, പാരാതൈറോയിഡ് ഗ്രന്ഥികൾ, അഡ്രിനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, തൈമസ്, പീനൈല്, വൃഷ്ണങ്ങൾ, അണ്ഡാശയം. ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഹൈപ്പോതലാമസ് ആണ്. മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് നമ്മൾ ഒരിക്കലും തലച്ചോറിൻ്റെ ഭാഗങ്ങളല്ല ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഗ്ലാൻഡിൻ്റെ ഒരു ആസ്പെക്റ്റിലാണ് നോക്കുന്നത്. തലച്ചോറിൻ്റെ ഭാഗം നമ്മൾ തലച്ചോറ് പഠിക്കുന്ന സമയത്ത് അതിന് വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ ന്യൂറോ ഹോർമോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂറോ ഹോർമോണുകൾ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയാം റിലീസിംഗ് ഹോർമോണുകൾ. ഹൈപ്പോതലാമസ് 2 തരം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. റിലീസിംഗ് ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ, അതായത് TSH എന്ന് പറയുന്നത് തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലാണ് തൈറോട്രോപ്പിൻ്റെ ഉൽപ്പാദനത്തെ എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നുണ്ട്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറിയിൽ എത്തുകയും പിറ്റ്യൂട്ടറിയുടെ സഹായത്തോടെ തൈറോട്രോപ്പിൻ്റെ ഉൽപ്പാദനത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഹോർമോണാണ് കോർട്ടിക്കോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. അതെന്ത് ചെയ്യുന്നു? കോർട്ടിക്കോട്രോപ്പിൻ്റെ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്തുന്നു. മറ്റൊന്നാണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഗൊണാഡോട്രോപ്പിൻ്റെ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്തുന്നു. റിലീസിംഗ് ഹോർമോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകതരം ഹോർമോൺ ഉണ്ടാകാൻ എന്ത് ചെയ്യുന്നു? അതിനെ സ്വാധീനിക്കുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്? റിലീസിംഗ് ഹോർമോൺ. ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആ പേരിൽ തന്നെ ഉണ്ട്, പ്രൊഡക്ഷനെ തടസ്സപ്പെടുത്തുന്നു. അന്തഃസ്രാവി ഗ്രന്ഥികളെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കണക്കാക്കുന്ന ഒന്നാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിനെ നമ്മൾ അറിയപ്പെടുന്നത് അതിനായിക ഗ്രന്ഥി എന്നാണ്. എന്താണ് അതിനായിക ഗ്രന്ഥി? അല്ലെങ്കിൽ ന്യൂറോക്രൈൻ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നതാണ് ഹൈപ്പോതലാമസ്. മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ്
പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി. നമ്മൾ ഹൈപ്പോ തലാമസിൻ്റെ ഡീറ്റെയിലും പിറ്റ്യൂട്ടറിയുടെ ഡീറ്റെയിൽസും ഒരുമിച്ചാണ് പഠിക്കുന്നത്. കാരണം ഇവ തമ്മിൽ അതിഭീകരമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, മസ്തിഷ്കത്തിൻ്റെ ഹൈപ്പോ തലാമസിന് താഴെ കാണപ്പെടുന്നതാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മസ്തിഷ്കവുമായി ബന്ധിപ്പിക്കുന്ന പിറ്റ്യൂട്ടറിയുടെ ഭാഗത്തെയാണ് ഇൻഫണ്ടിബുലം എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഇൻഫണ്ടിബുലം. മസ്തിഷ്കത്തിലെ ഹൈപ്പോ തലാമസുമായിട്ട് പിറ്റ്യൂട്ടറിയെ ബന്ധിപ്പിക്കുന്ന ഏരിയ വിളിക്കുന്ന പേരാണ് ഇൻഫണ്ടിബുലം. പിറ്റ്യൂട്ടറിയെ ഹൈപ്പോഫൈസിസ് എന്നാണ് അറിയപ്പെടുന്നത്. പിറ്റ്യൂട്ടറിയെ ഹൈപ്പോഫൈസിസ് എന്നറിയപ്പെടുന്നു. പിറ്റ്യൂട്ടറി എടുക്കുകയാണെങ്കിൽ അതിന് പ്രധാനമായിട്ട് 3 ദളങ്ങൾ കാണപ്പെടുന്നു. എത്രയാണ്? 3 ദളങ്ങൾ. മുൻതളം, മധ്യതളം, അതുപോലെ തന്നെ പിൻതളം. ഇതിലെ മുൻതളവും മധ്യതളവും കൂടെ ചേർന്ന് അതിനെ വിളിക്കുന്ന പേരാണ് അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് വിളിക്കും. അതിന്റെ പിൻതളത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. എന്താ പേര് വിളിക്കുന്നത്? ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 2 സെക്ഷൻസ്, അഡിനോ ഹൈപ്പോഫൈസിസും ന്യൂറോ ഹൈപ്പോഫൈസിസും. മുൻതളവും മധ്യതളവും കൂടെ ചേർന്നതാണ് അഡിനോ ഹൈപ്പോഫൈസിസ്. പിൻതളം മാത്രം ഉൾപ്പെട്ടതാണ് ഏത്? ന്യൂറോ ഹൈപ്പോഫൈസിസ്. പീയൂഷ ഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഹൈപ്പോ തലാമസുമായി നാഡികളാലും രക്തക്കുഴലുകളാലും ബന്ധപ്പെട്ടിരിക്കുന്നു. പീയൂഷ ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസിൽ നിന്നുള്ള റിലീസിംഗ് ഹോർമോണുകളാണ്. ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മറ്റ് 2 ഹോർമോണുകളാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും. വളരെയധികം പ്രധാനപ്പെട്ടതാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും. വാസോപ്രസിന്റെ മറ്റൊരു പേരാണ് ADH എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ADH. എന്താണ് ADH? ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് വാസോപ്രസിൻ. ആന്റി ഡയൂററ്റിക് ഹോർമോൺ എവിടെ പ്രവർത്തിക്കുന്നു? നമ്മുടെ കിഡ്നിയുടെ, അതായത് വൃക്കയുടെ നെഫ്രോണുകളിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മുടെ ADH അല്ലെങ്കിൽ ആന്റി ഡയൂററ്റിക് ഹോർമോൺ. നമ്മുടെ നെഫ്രോണിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, എങ്കിലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നു. നെഫ്രോണിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഗ്ലോമർല ഫിൽട്രേറ്റ് കാണാം, ബൊമാൻസ് ക്യാപ്സ്യൂൾ കാണാം, PCT കാണാം, ലൂപ്പ് ഓഫ് ഹെല്ലി കാണാം, DCT കാണാം, കളക്റ്റിംഗ് ഡക്റ്റ് കാണാം. കളക്റ്റിംഗ് ഡക്റ്റ് അല്ലെങ്കിൽ ശേഖരണ നാളികകൾ, അവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ADH എന്ന് പറയുന്നത്, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഇതെന്ത് ചെയ്യുന്നു? മൂത്രത്തിൽ നിന്നും ജലത്തിന്റെ പുനരാകിരണത്തെ ത്വരിതപ്പെടുത്തുന്ന ഒന്നാണ് ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ADHന്റെ അഭാവം മൂലം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ്, നോർമൽ ഡയബറ്റീസ്. നമ്മുടെ വീട്ടിലുള്ളവർക്കുള്ള അസുഖമാണ് ഡയബറ്റീസ്. അത് ഡയബറ്റീസ് മെലിറ്റസും. ഡയബറ്റീസ് മെലിറ്റസ് എന്നത് നമ്മുടെ ഇൻസുലിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഡയബറ്റീസ് മെലിറ്റസ് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ് ഡയബറ്റീസ് മെലിറ്റസ്. എന്നാൽ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. ADHന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. വാസോപ്രസിൻ നേർത്ത രക്തക്കുഴലുകളെ സങ്കോചിപ്പിക്കുകയും അതുവഴി രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഏതാണ്? ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ ബർത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്നു. ഗർഭാശയ ഭിത്തിയെ സങ്കോചിപ്പിച്ച് പ്രസവത്തെ സുഗമമാക്കുന്നതാണ് ഓക്സിറ്റോസിൻ. ഇതുകൂടാതെ ഇവ പാൽ ഉൽപാദനത്തെ ത്വരിതപ്പെടുത്തുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് ട്രോപ്പിക് ഹോർമോണുകൾ. എന്താണ് ട്രോപ്പിക് ഹോർമോണുകൾ? ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം പ്രത്യേക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ട്രോപ്പിക് ഹോർമോണുകൾ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ഹോർമോണുകളാണ് TSH, FSH, ACTH, PRL, GTH മുതലായവ. ഇതിനകത്ത് ACTH എന്ന് പറയുന്നത് അഡ്രിനോകോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ ആണ്. അതായത് ഇത് അഡ്രിനൽ ഗ്രന്ഥിയാണ് ത്വരിതപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അഡ്രിനൽ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത്. അടുത്തതാണ് FSH, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ എന്നറിയപ്പെടുന്നു. ഈ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ നമ്മൾ എംബ്രിയോളജി എന്ന് പറയുന്ന സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാനുള്ളതാണ് FSH, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ. സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരത്തിൽ നടക്കുന്ന സ്പെർമറ്റോജെനിസിസ് അതുപോലെ തന്നെ oogenesis എന്ന പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ് FSH അല്ലെങ്കിൽ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ എന്ന് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ FSHനെ കുറിച്ച് പറയാനുണ്ട്. നമുക്ക് ഈ ഏരിയയിൽ അതിൻ്റെ ഫംഗ്ഷൻ മാത്രം പറഞ്ഞു പോകുന്നതാണ് ഏറ്റവും ഉചിതം. അടുത്തതാണ് നമ്മുടെ TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ. തൈറോയ്ഡ് ഗ്രന്ഥിയെ ത്വരിതപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നതാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ. PRL എന്ന് പറയുന്നത് പ്രൊലാക്റ്റിൻ ആണ്. പ്രൊലാക്റ്റിൻ മാമറി ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തെയാണ് നിയന്ത്രിക്കുന്നത്. പ്രസവം കഴിഞ്ഞ് ഈ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് മാമറി ഗ്ലാൻഡ്. മാമറി ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതാണ് പ്രൊലാക്റ്റിൻ. പാലുൽപാദനത്തെ നിയന്ത്രിക്കുന്നു പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. ഗൊണാഡോട്രോപിക് ഹോർമോൺ, അതായത് ഗൊണാഡോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതാണ് ഗൊണാഡോട്രോപിക് ഹോർമോൺ.
ട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത് ഒരു കൂട്ടം പ്രത്യേക ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെയാണ് നമ്മൾ ട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത്. അവയുടെ പ്രധാന ധർമ്മം മറ്റു ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുക എന്നതാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോട്രോപിക് ഹോർമോൺ അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ സ്വാധീനിച്ചു അവയിൽ നിന്നുള്ള ലൈംഗിക ഹോർമോണുകളുടെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഗൊണാഡോട്രോപിക് ഹോർമോണുകൾ. അതിവൃക്ക ഗ്രന്ഥി അതായത് അഡ്രിനൽ ഗ്ലാൻഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതാണ് അഡ്രിനൽ കോർട്ടിക്കോട്രോപിക് ഹോർമോണുകൾ. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപിൻ. അപ്പം ഈ ഓരോ ഗ്രന്ഥികൾക്കും അതുപോലെ തന്നെ ഇവയുടെ ഉൽപ്പാദനങ്ങൾക്കും ഓരോ പേരിൽ അറിയപ്പെടുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ അറിയപ്പെടുന്ന പേരാണ് നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. മെയിൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥിയാണ്. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഹൈപ്പോതലാമസ്, അതിനായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നു. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയെ വിളിക്കുന്ന പേര് ആത്തംസ് ആപ്പിൾ എന്നാണ്. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ഗ്രന്ഥിയാണ്. യുവത്വ ഹോർമോണിന് ഉദാഹരണമാണ് അല്ലെങ്കിൽ യുവത്വ ഹോർമോണാണ് തൈമോസിൻ. അടിയന്തര ഹോർമോണാണ് അഡ്രിനാലിൻ. വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപിൻ. ഈ വളർച്ചാ ഹോർമോണിന്റെ ഉൽപ്പാദനത്തിന്റെ വേരിയേഷൻസിനനുസരിച്ച് നമുക്ക് ശരീരത്തിൽ പല അസുഖങ്ങൾ കണ്ടുവരുന്നു. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശൈശവ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം അമിതമായി കഴിഞ്ഞാൽ ശരീരം അസാധാരണമാംവിധം പൊക്കവും വണ്ണവും വർദ്ധിച്ച് ഒരു ഭീമാകാര ലുക്കിലേക്ക് വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാന്റിസം എന്ന് വിളിക്കുന്നത്. ശൈശവ കാലഘട്ടത്തിലാണ് സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ജൈജാന്റിസം അല്ലെങ്കിൽ ഭീമാകാരത്വം എന്ന് പറയുന്നത്. എന്നാൽ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷം വളർച്ചാ ഹോർമോണിന്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് അക്രോമെഗലി എന്ന് വിളിക്കും. എന്താണ് അക്രോമെഗലി? തിരിഞ്ഞു പോകരുത്. ശൈശവ കാലഘട്ടത്തിലാണെങ്കിൽ ഭീമാകാരത്വം, പ്രായപൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അക്രോമെഗലിയുമാണ്. എന്നാൽ ശൈശവ ദശയിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം ആവശ്യാനുസരണം ഇല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുന്നുണ്ട്? ശരീര വളർച്ച മൊത്തത്തിൽ കുറയുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാമനത്വം അല്ലെങ്കിൽ ഡോർഫിസം എന്ന് വിളിക്കും. വാമനത്വം, പൊക്കമില്ലാത്ത അവസ്ഥ. നമ്മൾ കുള്ളന്മാരെന്നൊക്കെ വിളിക്കുന്നത് വാമനത്വം ഉള്ളവരെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഹൈപ്പോതലാമസും അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഉൽപ്പാദനത്തെക്കുറിച്ചാണ്. അടുത്ത ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. വളരെയധികം പ്രാധാന്യമുള്ളൊരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് രണ്ടെണ്ണം, തൈറോക്സിനും കാൽസിറ്റോണിനും. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാൽസിറ്റോണിൻ രക്തത്തിൽ അധികമുള്ള കാൽഷ്യത്തെ അസ്ഥിയിലേക്കും പല്ലിലേക്കും റീഅബ്സോർബ് ചെയ്യുന്നു. അതുവഴി രക്തത്തിലുള്ള കാൽഷ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു. ആഹാരത്തിൽ അയഡിന്റെ കുറവുണ്ടായി കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥി അസാധാരണമാംവിധം വളർന്ന് വീങ്ങുന്നൊരു കണ്ടീഷനിലേക്ക് വരുന്നു. ഇതിനെയാണ് നമ്മൾ സിമ്പിൾ ഗോയിറ്റർ എന്ന് വിളിക്കുന്നു. ആഹാരത്തിൽ അയഡിന്റെ അഭാവം മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിമ്പിൾ ഗോയിറ്റർ എന്ന് വിളിക്കും. എന്നാൽ തൈറോക്സിൻ ഉൽപ്പാദനം അധികമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. അപ്പോൾ രണ്ട് കണ്ടീഷനാണ്. ഒന്ന്, അയഡിന്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് തൈറോക്സിന്റെ ഉൽപ്പാദനത്തിന് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ഉള്ളതാണ് അയഡിൻ എന്ന് പറയുന്നത്. ഈ അയഡിന്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖമാണ് ഇത് സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. എന്നാൽ തൈറോക്സിന്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. അതിന് മറ്റൊരു പേര് പറയുന്നത് ഗ്രേവ്സ് ഡിസീസ് എന്നാണ് പറയുന്നത്. ഗ്രേവ്സ് ഡിസീസ് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? എക്സോഫ്താൽമിക് ഗോയിറ്ററിനെയാണ്. ഇതുപോലെ തന്നെ നമ്മൾ സൊമാറ്റോട്രോപ്പിന്റെ കാര്യം ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ തൈറോക്സിനും അതിൻ്റെതായ കുറേ പ്രാധാന്യമാണ്. അതായത് കുട്ടികളിലും മുതിർന്നവരിലും ഈ പറഞ്ഞ തൈറോക്സിന്റെ ഉൽപ്പാദനം കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. കുട്ടികളിൽ തൈറോക്സിന്റെ കുറവ് ശാരീരികവും മാനസികവും ലൈംഗികവുമായ വളർച്ച മുരടിക്കുന്നുണ്ട്. ഈ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രെട്ടനിസം. കുട്ടികളിലാണെങ്കിൽ ക്രെട്ടനിസം, മുതിർന്നവരിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മിക്സഡിമ എന്ന് പറയും. പരീക്ഷയ്ക്ക് തിരിഞ്ഞു പോകും, കുട്ടികളിലാണോ ക്രെട്ടനിസം അതാ മിക്സഡിമയാണോ എന്നൊരു ഡൗട്ട് വരും. എന്നാൽ നിങ്ങൾ ഓർത്തിരിക്കുക, കുട്ടികളിനകത്തും കായുണ്ട്, ക്രെട്ടനിസത്തിനകത്തും കായുണ്ട്. അത് വെച്ച് റിലേറ്റ് ചെയ്യാം. മുതിർന്നവരിൽ മായുണ്ട്, മിക്സഡിമയിലും മായുണ്ട്. ആ ഒരു കണക്ഷൻ വെച്ചിട്ട് പഠിക്കാം. ഇതൊന്നും ഷോർട്ട് കട്ടൊന്നുമല്ല, ഞാൻ എനിക്കറിയാവുന്ന കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തേ ഉള്ളൂ. കുട്ടികളിലാണെങ്കിൽ ക്രെട്ടനിസം, മുതിർന്നവരിലാണെങ്കിൽ മിക്സഡിമ എന്ന ഒരു ലിങ്ക് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. തൈറോയ്ഡ് ഗ്രന്ഥിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഹോർമോണാണ് കാൽസിറ്റോണിൻ. അത് നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മുടെ കാൽഷ്യത്തിന്റെ റീഅബ്സോർപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന മറ്റൊരു ഹോർമോൺ സ്രവിക്കുന്നുണ്ട്. ഇത് രക്തത്തിൽ നിന്നും കാൽഷ്യം അസ്ഥികളിലേക്കും പല്ലുകളിലേക്കും അടിഞ്ഞ് അവ ഉറപ്പുള്ള
കാക്കുന്നു, അതിലൂടെ രക്തത്തിലെ കാൽഷ്യത്തിന്റെ തോത് കുറയ്ക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ സംസാരിച്ചാൽ. അടുത്ത ഗ്ലാൻഡാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. അടുത്തതാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മുകൾ ഭാഗത്തായിട്ട് 2 വശങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന 4 ചെറിയ ഗ്രന്ഥികളാണ് പാരാതൈറോയ്ഡ്. എപ്പോഴും നമ്മൾ ചിന്തിക്കും ഇത് എത്ര പെയറുണ്ട്, നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകും. പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 4 ചെറിയ ഗ്രന്ഥികളോട് കൂടിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡിന്റെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന 4 ഗ്രന്ഥികളോട് ചേർന്നതാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രധാനപ്പെട്ട ഉൽപാദനമാണ് അല്ലെങ്കിൽ ഉൽപ്പന്നമാണ് പാരാതെർമോൺ എന്ന് പറയും. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിന്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്, നമുക്ക് എളുപ്പം പഠിക്കാം. കാൽസിറ്റോണിന്റെ ധർമ്മം എന്തായിരുന്നു? രക്തത്തിൽ കാണപ്പെടുന്ന കാൽഷ്യത്തിനെ റീഅബ്സോർബ് ചെയ്യുന്നു. എന്നാൽ രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൽ നിന്നും എല്ലിൽ നിന്നും കാൽഷ്യത്തെ തിരിച്ച് രക്തത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ആര് ചെയ്യുന്നത്? പാരാതെർമോൺ ചെയ്യുന്നത്. അപ്പോൾ കാൽസിറ്റോണിന്റെ ഫംഗ്ഷനും പാരാതെർമോണിന്റെ ഫംഗ്ഷനും ജസ്റ്റ് ആന്റഗോണിസ്റ്റ് ആണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാൽസിറ്റോണിന് എന്ത് ചെയ്യുന്നു? കാൽഷ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു. പാരാതെർമോൺ കാൽഷ്യത്തിന്റെ അളവ് കൂട്ടുന്നു. പാരാതെർമോണിന്റെ അപര്യാപ്തത മൂലം പേശി പ്രവർത്തനങ്ങൾ മാരകമായി ബാധിക്കുന്ന ഒരു അസുഖമാണ് ടെറ്റനി എന്ന് പറയുന്നത്. പേശികളിൽ മാരകമായി ബാധിക്കുന്ന ഒരു അസുഖമാണ് ടെറ്റനി. പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ടെറ്റനി ഏത് ഭാഗത്തെ ബാധിക്കുന്നു? എവിടാണ്? മാംസപേശികൾ അല്ലെങ്കിൽ പേശികൾ എന്നാണ് അതിന് ഉത്തരം വരുന്നത്. രക്തത്തിൽ കാൽഷ്യം അയോണുകളുടെ കുറവ് കൊണ്ടാണ് ടെറ്റനി ഉണ്ടാകുന്നത്. ഇതിന് കാരണം പാരാതെർമോൺ എന്ന ഹോർമോണിന്റെ അപര്യാപ്തതയാണ്. അടുത്ത ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. വളരെയധികം പ്രാധാന്യമുള്ള, കുട്ടികളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. മാറലിന്റെ പുറകിലായിട്ട്, മാറലിന്റെ പുറകിലായിട്ട് കാണപ്പെടുന്നു. ഔരസാശയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വിതള ഗ്രന്ഥിയാണ്. ദ്വിതളം. എത്ര ദളങ്ങളുണ്ട്? 2 ദളത്തോട് കൂടിയതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. എവിടാണ്? മാറലിന്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ പുറകിലായിട്ട് ഔരസാശയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വിതള ഗ്രന്ഥിയാണ് തൈമസ്. തൈമസ് ഗ്രന്ഥിയുടെ പ്രധാന ഉൽപാദനമാണ് തൈമോസിൻ. തൈമസ് ഗ്രന്ഥിയുടെ പ്രധാന ഉൽപാദനമാണ് തൈമോസിൻ. നമ്മൾ തൈമോസിനെ എന്താണ് വിളിച്ചത്? യുവത്വ ഹോർമോൺ എന്നാണ് വിളിച്ചത്. എന്താ വിളിച്ചത്? യുവത്വ ഹോർമോൺ എന്ന് വിളിച്ചതാണ് തൈമോസിൻ. കുട്ടികളിലാണ്, അതായത് ഈ വലിയൊരാളായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുതിർന്നവരിൽ എന്ത് കാണുന്നില്ല? തൈമസ് ഗ്രന്ഥി കാണപ്പെടുന്നില്ല. കുട്ടികളിൽ കാണപ്പെടുന്നതാണ് ആര്? തൈമസ് ഗ്രന്ഥി. തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നു. അത് വാർദ്ധക്യബാധ തടയുന്നതിനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് കിട്ടുന്നത്. അവയുടെ പ്രധാന പ്രവർത്തനം ശരീരത്തിൽ രോഗപ്രതിരോധ സംവിധാനം രൂപപ്പെടുത്തുക. അതായത് ലിംഫോസൈറ്റുകളുമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ രോഗപ്രതിരോധ ശക്തി കൊണ്ടുവരുന്നതാണ് ആര്? തൈമസ് ഗ്രന്ഥി. അവയുടെ പ്രധാന പ്രവർത്തനം ശരീരത്തിലെ രോഗപ്രതിരോധമാണ്. ഭ്രൂണാവസ്ഥയിൽ പ്രവർത്തനം തുടങ്ങുകയും എന്നാൽ ശൈശവ ദശയിൽ ക്രിയാത്മകമായി പ്രവർത്തിച്ച് കൗമാരപ്രായം കഴിയുമ്പോൾ ശോഷിച്ച് പ്രവർത്തനം നിന്നുപോകുന്ന ഒന്നാണ് തൈമസ് ഗ്രന്ഥി. അപ്പോൾ ഭ്രൂണാവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തനം തുടങ്ങുന്നത്. ശൈശവാവസ്ഥയിൽ ക്രിയാത്മകമായി പ്രവർത്തനത്തിലേക്ക് എത്തുന്നു. എന്നാൽ കൗമാര കാലഘട്ടം എത്തുമ്പോൾ, അതായത് ദാറ്റ് മീൻസ് നമ്മുടെ ഈ 30 to 19, 19 വയസ്സിന് താഴെ അല്ലെങ്കിൽ 19 വയസ്സിനോട് അനുബന്ധമായിട്ട് പ്രവർത്തനം നിന്നുപോകുന്ന എന്നാണ് തൈമസ് ഗ്രന്ഥി. നമ്മൾ വിചാരിക്കും പ്രവർത്തനം നിന്നുപോയി അതങ്ങ് നശിക്കുന്നു എന്നാണ്. അങ്ങനെയല്ല. ഈ തൈമസ് ഗ്രന്ഥി എന്തായിട്ട് മാറുന്നു? ലിംഫോസൈറ്റ് ആയിട്ട് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു എന്നാണ് പറയുന്നത്. ഏതാണ്? ലിംഫോസൈറ്റ്. ശരീരത്തിന്റെ പട്ടാളക്കാർ അല്ലെങ്കിൽ ഭടന്മാർ എന്ന് വിളിക്കുന്ന ആരെയാണ്? ലിംഫോസൈറ്റുകളെയാണ്. കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നത് തൈമോസിന്റെ ഉൽപാദനത്തിൽ വളരെയധികം പങ്കുവഹിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഹൈപ്പോതലാമസ് പറഞ്ഞു, പിറ്റ്യൂട്ടറി പറഞ്ഞു, തൈറോയിഡ് പറഞ്ഞു, പാരാതൈറോയിഡ് പറഞ്ഞു, തൈമസ് പറഞ്ഞു. 6ാമത്തെ ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയ ഗ്രന്ഥി എന്ന് കേൾക്കുമ്പോൾ ആർക്കും പരിചയം തോന്നത്തില്ല. ആഗ്നേയ ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ സാധ്യത വളരെ കുറവാണ്. പരീക്ഷയ്ക്ക് നമ്മൾ ആഗ്നേയ ഗ്രന്ഥി എന്ന് തന്നെ പഠിക്കുക. എന്ന് പറയുന്നത് ഒരു കൂട്ടം കോശങ്ങളോട് കൂടിയതാണ് ആഗ്നേയ ഗ്രന്ഥി. ആ കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നറിയപ്പെടുന്നതാണ് ആഗ്നേയ ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം കോശങ്ങൾ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ഓരോ കോശ സമൂഹത്തിലും 2 തരം കോശങ്ങൾ കാണപ്പെടുന്നു. പ്രധാനമായിട്ടും 2 തരം കോശങ്ങൾ കാണപ്പെടുന്നു. ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഗ്ലൂക്കഗോണിനെ. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഗ്ലൂക്കഗോണിനെ. എന്നാൽ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരെയാണ്? ഇൻസുലിനെയാണ്. ബീറ്റ കോശങ്ങൾ ആരെ ഉൽപ്പാദിപ്പിക്കുന്നു? ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ തോത് സ്ഥിരമായി നിലനിർത്തി പോരാൻ ഒരളവുണ്ട്.
70/110 അല്ലെങ്കിൽ 80/120 എന്ന് പറയുന്ന ഒരു അളവ് നിലനിർത്തി പോരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെയും ഇൻസുലിൻ്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനം വഴിയാണ്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ തോത് സ്ഥിരമായി നിലനിർത്താൻ ഇൻസുലിനും ഗ്ലൂക്കഗോണും എന്നീ 2 ഹോർമോണുകൾ പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇൻസുലിൻ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുവാൻ സഹായിക്കുന്നു. അത് ഗ്ലൈക്കോജനാക്കി കരളിൽ സംഭരിക്കാനാണ് ആര് സഹായിക്കുന്നത്? ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? രക്തത്തിലുള്ള അധികമായിട്ടുള്ള ഗ്ലൂക്കോസിന്റെ അളവ് താഴ്ത്തിക്കൊണ്ടുവരാൻ, കുറയ്ക്കാൻ ആര് സഹായിക്കുന്നു? ഇൻസുലിൻ സഹായിക്കുന്നു. ഇതെന്ത് ചെയ്യുന്നു? കരളിൽ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. കരളിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു? ഗ്ലൈക്കോജൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ആര് ചെയ്യുന്നത്? ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്. രക്തത്തിൽ ഈ പറഞ്ഞ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന സമയത്ത് ഗ്ലൂക്കഗോൺ ആക്ടിവേറ്റ് ചെയ്യുകയും ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്നു? കരളിൽ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റാനും ആര് ശ്രമിക്കുന്നു? ഗ്ലൂക്കഗോൺ ശ്രമിക്കുന്നു. ഇങ്ങനെയാണ് ഗ്ലൂക്കോസിന്റെയും ഇൻസുലിന്റെയും പ്രവർത്തനം നടക്കുന്നത്. ചില സമയത്ത് ചിലർക്ക് പാരമ്പര്യമായോ അല്ലെങ്കിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ജീവിതശൈലി കൊണ്ടോ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഡയബറ്റീസ് മെലിറ്റസ് അതായത് ബീറ്റാ കോശങ്ങൾ പ്രവർത്തനരഹിതമാകുമ്പോൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും അതിൻ്റെ ഫലമായിട്ട് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അടുത്ത ഗ്രന്ഥിയാണ് അതിവൃക്ക ഗ്രന്ഥി. അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന അതിവൃക്ക ഗ്രന്ഥി. നമ്മുടെ വൃക്കയുടെ തൊട്ടു മുകളിൽ ഒരു തൊപ്പി പോലെ ഇരിക്കുന്ന ഒന്നാണ് അതിവൃക്ക ഗ്രന്ഥി. ഓരോ വൃക്കയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രധാനമായ അന്തസ്രാവ്യ ഗ്രന്ഥിയാണ് അതിവൃക്ക ഗ്രന്ഥി. ഇതിന്റെ ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും ആന്തരഭാഗത്തെ മെഡുല്ല എന്നുമാണ് നമ്മൾ വിളിക്കുക. അഡ്രിനൽ കോർട്ടെക്സ് പ്രധാനമായിട്ടും 3 തരം ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അഡ്രിനൽ കോർട്ടെക്സ് പ്രധാനമായിട്ടും 3 തരം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്നാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, മറ്റൊന്നാണ് മിനറലോകോർട്ടിക്കോയിഡ്, മറ്റൊന്നാണ് ഗൊണാഡോകോർട്ടിക്കോയിഡ്. അപ്പോൾ അതിവൃക്ക ഗ്രന്ഥിയുടെ കോർട്ടെക്സ് ആരാണ്? കോർട്ടെക്സ് പ്രധാനമായിട്ടും 3 തരം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, മിനറലോകോർട്ടിക്കോയിഡ്, ഗൊണാഡോകോർട്ടിക്കോയിഡ്. ഗൊണാഡോകോർട്ടിക്കോയിഡിന്റെ മറ്റൊരു പേരാണ് സെക്സ് കോർട്ടിക്കോയിഡ് എന്നും വിളിക്കാറുണ്ട്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡുകൾ എന്നറിയപ്പെടുന്നത് കോർട്ടിസോണ്, കോർട്ടിസോള്, കോർട്ടിക്കോസ്റ്റീറോള് എന്നിവ ഒരു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. ഗ്ലൂക്കോകോർട്ടിക്കോയിഡുകളുടെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് കുഷിൻസ് രോഗം എന്ന് വിളിക്കും. ഏതാണ്? കുഷിൻസ് രോഗം. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് അമിത ഉൽപാദനം മൂലമുണ്ടാകുന്നതാണ് കുഷിൻസ് രോഗം. എന്നാൽ ഇവയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് അഡിസൺസ് രോഗം എന്ന് വിളിക്കും. ഏതാണ്? അഡിസൺസ് രോഗം എന്ന് വിളിക്കും. അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് അഡിസൺസ് രോഗം. മിനറലോകോർട്ടിക്കോയിഡിന്റെ ഉൽപാദനം ശരീരത്തിലെ ധാതു ലവണങ്ങളുടെ അളവിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു. മിനറലോകോർട്ടിക്കോയിഡിന്റെ ഉൽപാദനം ശരീരത്തിൽ ധാതു ലവണങ്ങളുടെ അളവിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ആൾഡോസ്റ്റീറോൺ. അപ്പൊ മിനറലോകോർട്ടിക്കോയിഡ് ശരീരത്തിന്റെ ധാതു ലവണങ്ങളുടെ അളവിനെ നിയന്ത്രിച്ചു കൊണ്ടുവരുന്നു. അതിന് പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ആൾഡോസ്റ്റീറോൺ. ആൾഡോസ്റ്റീറോണിന്റെ അമിത ഉൽപാദനം രക്തപ്ലാസ്മയിലെ സോഡിയം അയോണുകളുടെ ഗാഢത കൂട്ടുകയും പൊട്ടാസ്യം അയോണുകളുടെ ഗാഢത കുറയ്ക്കുകയും ചെയ്യുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു? രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. സെക്സ് കോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത് റീനൽ കോർട്ടെക്സിലാണ് ആര് ഉൽപ്പാദിപ്പിക്കുന്നത്? സെക്സ് കോർട്ടിക്കോയിഡ് അല്ലെങ്കിൽ ഗൊണാഡോകോർട്ടിക്കോയിഡ്. ഇവയുടെ അമിത ഉൽപാദനം പുരുഷന്മാരിൽ സ്ത്രീ സ്വഭാവം ഉണ്ടാകുകയും സ്ത്രീകളിൽ പുരുഷ സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സ്ത്രീകളിൽ പുരുഷ സ്വഭാവം വരുന്നതിനെ വിളിക്കുന്ന പേരാണ് വിരിലിസം എന്ന് വിളിക്കും. എന്താണ്? വിരിലിസം എന്നറിയപ്പെടുന്നത് സ്ത്രീകളിൽ പുരുഷന്മാരുടെ സ്വഭാവം വരുന്നതിനെയാണ്. പരീക്ഷ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് അത് അവിടെ എടുത്തു പറഞ്ഞത്. മെഡുല്ല 2 വ്യത്യസ്ത ഹോർമോണുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അഡ്രിനാലിനും നോറഡ്രിനാലിനും വിളിക്കുന്ന അതിവൃക്ക ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് അഡ്രിനാലിൻ. ഇത് ശരീരത്തെ അടിയന്തര ഘട്ടം തരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അഡ്രിനാലിന്റെ പ്രവർത്തനം ഹൃദയസ്പന്ദന നിരക്കിനെയും അതുപോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം, അതുകൂടാതെ പേശി പ്രവർത്തനങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം, ഉപാപചയ പ്രവർത്തനങ്ങൾ, ശ്വസനത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത്, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ്, കണ്ണിലെ കൃഷ്ണമണിയുടെ പ്രവർത്തനം, ഇതിനെയെല്ലാം ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യുന്ന ഒന്നാണ് അഡ്രിനാലിന്റെയും നോറഡ്രിനാലിന്റെയും പ്രവർത്തനം. നിങ്ങൾ 10th SCERT 10th ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക് എന്ന് പറഞ്ഞിട്ടൊരു വലിയ സിസ്റ്റം തന്നെ, ഏകദേശം 12-13 പ്രവർത്തനങ്ങളെ ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരാണ് അഡ്രിനാലിനും നോറഡ്രിനാലിനും. കുറച്ചുകൂടെ സ്പെസിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ ആ SCERT ടെസ്റ്റിന് ആ ഒറ്റ പേജ് എടുത്ത് നമ്മൾ നോക്കിയാൽ മതി. അഡ്രിനാലിനും നോറഡ്രിനാലിനും ഏതൊക്കെ പ്രവർത്തനങ്ങളെ ഒറ്റയടിക്ക് നിയന്ത്രിക്കുന്നുവെന്ന്.
അടുത്ത ഗ്രന്ഥിയാണ് പീനൈൽ ഗ്രന്ഥി. പീനൈൽ ഗ്രന്ഥി ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനൈൽ ഗ്രന്ഥി. ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നു പീനൈൽ ഗ്രന്ഥി. പീനൈൽ ഗ്രന്ഥിയുടെ ഉൽപ്പാദനമാണ് മെലറ്റോണിനും സെറട്ടോണിനും. മെലറ്റോണിൻ്റെയും സെറട്ടോണിൻ്റെയും പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അതുപോലെ, അതായത് പകൽ സമയത്ത് നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നു, ഉണർന്നിരിക്കുന്നു, രാത്രി സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉറങ്ങുന്നു അല്ലേ. നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു റിതം ഉണ്ട് അല്ലേ. ആ ഒരു താളത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് സഹായിക്കുന്നതാണ് പീനൈൽ ഗ്രന്ഥി അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക്, അതല്ലെങ്കിൽ ജൈവ ഘടികാരം. അതിലെ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് മെലറ്റോണിനും സെറട്ടോണിനും. അതുകൂടാതെ വരുന്ന അടുത്ത ഒരു ഗ്രന്ഥിയുടെ സെറ്റാണ് വൃഷ്ണങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അണ്ഡാശയങ്ങൾ. വൃഷ്ണങ്ങളും അണ്ഡാശയവും ഗൊണാഡ്സ് എന്ന് പറയുന്നത് ലൈംഗിക അവയവം എന്ന് പറയുന്ന ഒരു സെറ്റിലേക്കാണ് വരുന്നത്. ഇത് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ച പീനൈൽ ഗ്ലാൻഡിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അത്രയും കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. കുറച്ചുകൂടി ഡെപ്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. ലൈംഗിക അവയവങ്ങളായിട്ടുള്ള വൃഷ്ണങ്ങളും അണ്ഡാശയവും. വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് ആൻഡ്രോജൻ എന്ന പുരുഷ ലൈംഗിക ഹോർമോൺ. അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് ഈസ്ട്രജൻ എന്ന സ്ത്രീ ലൈംഗിക ഹോർമോൺ. ആൻഡ്രോജൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ടെസ്റ്റോസ്റ്റിറോണുമുണ്ട്, ആൻഡ്രോസ്റ്റിറോണുമുണ്ട്. ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉൽപ്പാദനം വൃഷ്ണങ്ങളുടെ ലീഡിക് സെല്ലിലാണ് പ്രവർത്തിക്കുന്നത്. ലീഡിക് സെല്ലിൻ്റെയൊക്കെ പ്രവർത്തനം നമ്മൾ എംബ്രിയോളജി സെക്ഷനിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ലീഡിക് സെൽ എന്താണെന്ന് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അണ്ഡാശയങ്ങൾ 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്നാണ് ഈസ്ട്രജൻ, മറ്റൊന്നാണ് പ്രൊജസ്റ്റോൺ. ഗർഭധാരണത്തിന് സഹായിക്കുന്ന ഒന്നാണ് പ്രൊജസ്റ്റോൺ എന്ന് പറയുന്നത്. പ്രഗ്നൻസി ഹോർമോൺ എന്ന് വിളിക്കുന്നത് പ്രൊജസ്റ്റോണിനെയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏകദേശം എല്ലാ ഗ്രന്ഥികളും ഒറ്റയടിക്ക് തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒന്ന് കേട്ടവർക്കാണെങ്കിൽ ഈ ഒരു ക്ലാസ് വളരെയധികം ഉപകാരപ്പെടും. എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നാൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും ഗ്ലാൻഡിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിനകത്ത് മാക്സിമം പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. HSM മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളും സിലബസ് ബേസ്ഡ് ആണ്. മാക്സിമം ഈ നവംബറിനോട് അനുബന്ധമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് എയിം. നിങ്ങളും മാക്സിമം ഞങ്ങളോടൊപ്പം സഹകരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.